സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് പുത്രാജയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പുത്രാജയ മോസ്കാണ് കാണുന്നത്. പുത്രാജയ മോസ്കിന്റെ നേരെ മുന്നിലായിട്ടാണ് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ബ്രിഡ്ജ്. ഈ ലേക്കിൽ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ബോട്ടിൽ കയറാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഇതാ ഇങ്ങോട്ടേക്കാണ്. ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ബോട്ട് സർവീസിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിന് മലേഷ്യൻ അതായത് മൈക്കാർഡുള്ള ആൾക്കാർക്ക് 20 റിങ്കറ്റും അതായത് വിസിറ്റേഴ്സ് പോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് 40 റിങ്കറ്റും. അപ്പോൾ സനലും വരും അവിടെ ഫോട്ടോഷൂട്ടിലാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇത് 20 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് എന്ന് പറയുന്നത്. 20 മിനിറ്റ്സ് അവർ ജസ്റ്റ് ട്രിപ്പ് അടിക്കും. പോയേക്കും. ഞങ്ങളെ കൂടെ ഫ്രണ്ടും വൈഫും കൂടി ഉണ്ട്. അവര് രണ്ടാളും അവിടുന്ന് ഫോട്ടോ എടുക്കണം. അവരും കൂടി വന്നിട്ട് നമ്മളിപ്പം ഇതിൽ കയറുന്നതാണ്. ആദ്യം ഇപ്പോഴത്തെ ടിക്കറ്റ് വന്നില്ല, പറഞ്ഞാൽ മനസ്സിലായില്ല. അത് നോക്കിയപ്പോ എനിക്ക് നാറും പിടിക്കും. എനിക്ക് നീ പറയാം. ആർക്ക് സീറ്റ് തിരിച്ചിട്ട് കാണാ. ഇത് താഴെ ഇത് മെല്ല് താഴെ വേട്ടോ വേട്ടോ. തേട്ടി പോയിക്കോ. നിന്റെ പാലി വീണു. നിന്റെ മൊബൈലൊക്കെ പിടിച്ചിട്ടോ. ജയിലിലായ എന്തല്ലേ ജയിലിലായ അല്ലേ?
പുറകിലായിട്ട് അവിടെ ആ ഒരു ഇത് കാണുന്നതാണ് പുത്രാജയ ബ്രിഡ്ജ്. ദേവു അവിടെ പുത്രാജയ ബ്രിഡ്ജ് രാത്രിയിൽ നല്ല ഭംഗിയായിരിക്കും, ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട്. അത് നമുക്ക് രാത്രി കാണാം കേട്ടോ. ഈ പുത്രാജയ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഈ മലേഷ്യയിലെ ഗവൺമെന്റ് ഓഫീസുകളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ക്യാപിറ്റൽ ഓഫ് മലേഷ്യ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങേ സൈഡിലാണ് പുത്രാജയ മോസ്ക് വരുന്നത്. ഇവിടെ നേരെ മുന്നിൽ ഈ സൈഡിൽ ഇതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. നോക്കിയാൽ നമുക്ക് ഇവിടെ വരെ വരാം, അങ്ങോട്ടേക്കും കയറാം കേട്ടോ. ആക്ച്വലി ടൂറിസ്റ്റുകൾക്ക് നല്ലൊരു ഇങ്ങനെയൊക്കെ പോയി കാണാനൊക്കെ ഉള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഈ സൈഡിൽ മൊത്തം ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളാണ്. പല മന്ത്രിമാരുടെയും ഓഫീസ്, അതായത് ഫിനാൻസ്, ഇലക്ട്രിസിറ്റി അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓഫീസുകളുള്ളത് ഈ സൈഡിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ജുഡീഷ്യൽ ആയിട്ടുള്ള പാർലമെന്റ്, അതുപോലെ തന്നെ ഈ പുത്രാജയ എന്താണ് പറയുക കോർപ്പറേഷൻ എല്ലാം ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ മലേഷ്യയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഒരു ദിവസം വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പുത്രാജയ സിറ്റി എന്ന് പറയുന്നത്. ഈ പുത്രാജയ സിറ്റി ടൂർ തന്നെ നമുക്കിവിടെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന അത്രയും സ്ഥലങ്ങളുണ്ട്. പിന്നെ നേരെ മുന്നിലാണ് ബ്രിഡ്ജ് വരുന്നത്. ബ്രിഡ്ജ് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയി കാണാം, കാരണം പകലത്തെ നിങ്ങൾ കണ്ടില്ല. ഇനിയിപ്പം രാത്രി ലൈറ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അങ്ങോട്ടേക്ക് കയറാനുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും കാണുന്നില്ല. കുറച്ച് അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ റെസിഡൻസ്, മന്ത്രിമാരുടെ ഒക്കെ റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ രാജഭരണമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ രാജാക്കന്മാരുടെ അങ്ങനത്തെ ഒക്കെ എല്ലാം കൂടി തെളിഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റി തന്നെയാണ് ഈ പുത്രാജയ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നമ്മളെന്തായാലും ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് പോയി നോക്കാം. What we call it, not very soft, but it can last for long. अच्छा कितना അതെന്താ സാധനം? ഫ്ലൈറ്റോ? ഇത് വേണോ? ഇപ്പൊ നീ കണ്ടില്ലേ അതുപോലെ? എന്താ അവര് പറഞ്ഞ? നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. ആ കാറൊക്കെ പാർക്ക് ചെയ്ത് ഓക്കെ അത് അങ്ങോട്ടാണ്. ഓക്കെ ഓക്കെ. അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഓഫീസിന്റെ. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ആ കാറൊക്കെ നിർത്തിയിട്ട് ആ പാർക്കിംഗ് ഏരിയ വരെ നമുക്ക് പോവാം. ഏരിയയില് ഇപ്പൊ അവര് പറഞ്ഞതാണ് പുത്രജയ ഏരിയയിൽ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഒരുപാട് മിനിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പ്രോഹിബിറ്റഡ് ഏരിയ ആണ് ഡ്രോൺ യൂസ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്തൂടെ നിങ്ങൾ? അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിട്ടോ. ഇപ്പം ആൾക്കാർ കൂടിയ അതുകൊണ്ട് ഒരു കുറച്ചൊരു ക്രൗഡ് ആയപ്പോഴുള്ള ഒരു ഇത് മാത്രമല്ല, നമ്മൾ വരുന്ന സമയത്തൊക്കെ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഭയങ്കര ക്ലീനാണ്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ്.
ചില ദിവസങ്ങൾ ഓഫീസുകളൊക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നല്ല ക്രൗഡ് ആവുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ നല്ല നീറ്റായിട്ട് അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ഏരിയയിലും ഈ പുത്രജയ ഓരോ ഏരിയ നോക്കുകയാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതാ ഫ്ലൈറ്റ് പോണു. ദേവുന്റെ ഫ്ലൈറ്റ് പോട്ടെ. അയ്യോ ഫ്ലൈറ്റ് തല കുത്തനെ. അതെന്താ ഫൈബറാ? തെർമോക്കോളോ? ഹലോ, ഇവിടുന്ന് വാങ്ങിച്ച പച്ചമാങ്ങ കേട്ടോ. ഇതിനെന്താ വില? 10 റിങ്കറ്റ്. 10 റിങ്കറ്റിന് ഒരു ബോട്ടില് കുറെ മാങ്ങ പീസ് ഉണ്ട്. ഇത് വെറും മാങ്ങ മാത്രമാണ്. അതിന്റെ കൂടെ എന്തോ ഒരു പൊടി ഉണ്ട്. അതുപോലെ ഒരു ചെറിയ മധുരവും ഉപ്പ് അങ്ങനെ പുളി എല്ലാം കൂടി ഉള്ളൊരു പൊടി കേട്ടോ. എന്താണെന്നറിയില്ല ഉള്ളത്. അതുപോലെ തന്നെ ചില്ലി, പിന്നെ ഒരു ചെറുനാരങ്ങ. ഇത് എന്താണെന്നറിയില്ല, എന്തോ ഒരു കഷ്ണം കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ പൊടിയിൽ ഇങ്ങനെ കുത്തിയിട്ട് കഴിക്കാം. അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലേ? വാ. ചോദിച്ചു നോക്കുമ്പോ കേറാൻ പറ്റുമോന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞു, നമ്മളവിടെ ചോദിച്ചു ഈ മോസ്കിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്ന്. അപ്പൊ അവര് പറഞ്ഞത് തലയൊന്ന് മൂടി ഒരു തട്ടം പോലെ ഇടണം എന്നാണ്. അപ്പൊ അത് ഇവിടുന്ന് കൗണ്ടറിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്, ഒരു ഷോള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു ഷോള് തരുന്ന കേട്ടോ. ഞാൻ മറക്കണം എന്ന് വിചാരിച്ചു പറഞ്ഞപ്പം ഇവർ ഇവിടുന്ന് റോപ്പ് കൗണ്ടറാണ്, റോബാണ് തന്നിട്ടുള്ളത്. തല മറിച്ചിട്ട് ഇങ്ങനെ വേണം ഇതിന്റെ ഉള്ളിൽ കയറാൻ. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ദേവുട്ടി തല മറക്കേണ്ടി വരും. ദേവുട്ടി കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും തല മറച്ചാള്. ദേവുട്ടി ദേവുട്ടി തല മറച്ചാള്. ദേവുട്ടിന്റെ ക്യാപ്പുണ്ട്. ഈ പെൺകുട്ടിയല്ലേ? ഓക്കെ. ഷൂ ഇവിടെ വെച്ചിട്ടോ. അങ്ങനെ ആദ്യമായിട്ട് പള്ളി കയറി. ഇവിടെ നിന്ന് കാപ്പിച്ചോട്ടാ.
നടക്കുന്നേ. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പള്ളീൻ്റെ ഉള്ളിൽ കയറുന്നത്. പിന്നെ അധികം ഉള്ളോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വിസിറ്റേഴ്സിനും ടൂറിസ്റ്റുകൾക്ക് ഒരു ഏരിയ അവർ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുവരെ നമുക്ക് പോകാനാവുള്ളൂ. അതുപോലെ തന്നെ ഈ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് സ്ത്രീകൾ ഒരു ഭാഗത്തൂടി, പുരുഷന്മാർ ഒരു ഭാഗത്തൂടി, അതുപോലെ നമ്മൾ ടൂറിസ്റ്റുകൾ ഒരു ഭാഗത്തൂടി, അങ്ങനെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു നമ്മൾ ഉള്ളിൽ കയറി അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ട്. അപ്പം ഇവിടെ നിസ്കാരത്തിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവരെ പ്രാർത്ഥനാ സമയമാണ്. അപ്പം നമ്മൾ അതൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കണ്ടിട്ട് ഉള്ളോട്ട് ഇറങ്ങി. സമയം 7:45. അപ്പം രാത്രിയിൽ ഫുള്ള് ലൈറ്റൊക്കെ വന്നിട്ടുള്ള ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങളെയും കൂടി കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ അടുത്ത പരിപാടി? ബ്രിഡ്ജാണോ? ബ്രിഡ്ജിലേക്ക് ഫുഡ് കഴിക്കാം. ബ്രിഡ്ജിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ദേവു എന്താ ചെയ്യുന്നേ? അയ്യോ, ഇവിടുന്ന് ചെടിയൊന്നും പറിക്കരുത്. എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞോ? സൗണ്ടില്ലടാ. ഇഷ്ടംപോലെ കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല സ്ഥലം. നന്നായിട്ട് കാണാൻ മാത്രം ഉണ്ട് വന്നു കഴിഞ്ഞാൽ. കാണാൻ മാത്രമുണ്ട്. ഇപ്പൊ ഉള്ളത് ഈ പുത്രജയ ബ്രിഡ്ജിലാണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു ബ്രിഡ്ജും കൂടി കാണുന്നുണ്ട്. പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ.